നമസ്കാരം. ഈ രണ്ടാഴ്ചയായിട്ട് ഒരുപാട് കോളുകൾ എൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കുട്ടികളുടെയും പാരൻസിൻ്റെയും ഒക്കെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ സംശയം ഇതാണ്: എന്താണ് LBS? LBSൽ എങ്ങനെ അലോട്ട്മെന്റ് ഉണ്ടാവുക? LBS എത്ര മാർക്ക് കിട്ടിയാൽ എനിക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ കിട്ടും? അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുള്ള കുട്ടികളാണ് ഈ രണ്ടാഴ്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ കൂടെ 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ വരുന്നത്. ബാക്കി LBSന്റെ എല്ലാ അപ്ഡേറ്റുമായിട്ട് വേറൊരു വീഡിയോ ഞാൻ വരും. സമയം ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ LBSനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ അലോട്ട്മെന്റും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം, ഇന്നത്തെ കാലത്തെ അവസ്ഥ അതാണ്, അല്ലെങ്കിൽ പഠിക്കാതിരിക്കണം. ഇത് രണ്ട് പഠിക്കുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പഠിച്ചാൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നീറ്റ് വഴി ഏതെങ്കിലും കോഴ്സ് കിട്ടും. പഠിക്കാതിരുന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കോഴ്സിലേക്ക് പോവാം. പക്ഷെ ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇവിടെ വളരെ ടെൻഷൻ അടിക്കേണ്ട, പാനിക് ആവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2024 LBSന്റെ അലോട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ LBS അലോട്ട്മെന്റ് നിങ്ങൾക്കറിയാം, +2 കഴിഞ്ഞ കുട്ടികൾ ഒന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നീറ്റ് സ്കോർ ചെയ്യുന്നവരെ അവർ ശ്രമിക്കും. അല്ലാതെ +2ന്റെ മാർക്കിന്റെ ബേസിസിൽ പല ആളുകളും പാരാമെഡിക്കൽ കോഴ്സിന് അപ്ലൈ ചെയ്യാറുണ്ട്. BSc നഴ്സിംഗ്, BPT, MLT, PCVT, അതുപോലെ തന്നെ കാർഡിയോ പെർഫ്യൂഷൻ ടെക്നോളജി, അങ്ങനെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഓക്കെ, ഈ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എങ്ങനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, +2 SLC മാർക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പൊ ആധാർ കാർഡും അതുപോലെ തന്നെ +2ന്റെ മാർക്ക് ലിസ്റ്റിന്റെ ബേസിസിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് LBS അപ്ലൈ ചെയ്യണം. പക്ഷെ LBS അപ്ലൈ ചെയ്ത് പല കുട്ടികളും പല പാരൻസും വെയിറ്റ് ചെയ്യും, കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാനൊരു ഏകദേശം ഒരു ഐഡിയ തരാം. കഴിഞ്ഞ വർഷത്തെ സ്ട്രാറ്റജി നോക്കിയിട്ട് LBSൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ മൂന്നിന്റെയും ഒരു ഇൻഡെക്സ് മാർക്ക് നോക്കാറുണ്ട്. ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ മൂന്നിന്റെയും കൂടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരു 300 ഔട്ട് ഓഫ് 300 അതിലെടുത്തിട്ട് ഏകദേശം ഒരു 296 മാർക്ക് ഇൻഡെക്സ് മാർക്കായിട്ട് വരികയാണെങ്കിൽ, ഔട്ട് ഓഫ് 300 296 മാർക്ക് ഇൻഡെക്സ് മാർക്കായി വരികയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സീറ്റിൽ നഴ്സിംഗിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷെ പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. കൺഫേം ആവണമെങ്കിൽ 300-ൽ 300 തന്നെ വേണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫുൾ മാർക്ക് കിട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ എക്സാം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് പ്രതീക്ഷ വെക്കാം. 296 നമുക്ക് വെയിറ്റ് ചെയ്യാം ഗവൺമെന്റ് സീറ്റിലേക്ക്. ഇനി അതല്ല, പ്രൈവറ്റ് കോളേജുകളിലാണെങ്കിൽ ഒരു 294 ആണെങ്കിൽ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, 294 ആണെങ്കിൽ പ്രതീക്ഷ നിൽക്കുക. 290 വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാം. അതിന് താഴേക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. BSc നഴ്സിംഗിന്. ഇനി BPTയോ അല്ലെങ്കിൽ അത് താഴേക്കുള്ള ചില കോഴ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 287 വരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇൻഡെക്സ് മാർക്കാണ്. ഓക്കെ, 280. അല്ല, ഫുൾ മാർക്ക് ഉണ്ട് നമുക്ക് ചില ഉണ്ടാവും. എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, മാത്സിന് ഫുൾ മാർക്ക് ഉണ്ട്, ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് ഉണ്ട്, പക്ഷെ ബയോളജിക്കും ഫിസിക്സിനും കുറഞ്ഞു പോയി എന്ന് പറയും. ഒക്കെ ഇൻഡെക്സ് മാർക്ക് മാക്സിമം ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഓരോ അലോട്ട്മെന്റും ശ്രദ്ധിക്കണം. ചില കുട്ടികൾ എന്ത് ചെയ്യും, ഫുൾ മാർക്ക് ഉള്ളവരുണ്ടാവും, അവർക്ക് BSc നഴ്സിംഗ് കിട്ടിയിട്ടുണ്ടാവും, അവർ ട്രാൻസ്ഫർ ആയി വേറെ കോളേജിലേക്ക് പോകുമ്പോൾ ആ സീറ്റ് അവിടെ ഒഴിയും. അപ്പൊ ചിലപ്പോൾ കുറച്ച് കയറി വരാൻ ചാൻസ്. എന്നാലും 2025 LBS അലോട്ട്മെന്റ് അനുസരിച്ച് 287 മാർക്ക് മാത്രമേ കയറാൻ ചാൻസ് ഉള്ളൂ. അത് ഗവൺമെന്റിലായാലും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലായാലും. അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും ബൈ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ 278, 280 ഒക്കെ മാർക്ക് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ഏത് കോഴ്സിന് പോകണം? അവർ പാനിക്കാവും. കേരളത്തിൽ പഠിക്കണോ, കർണാടകയിൽ പോകണോ, തമിഴ്നാട്ടിൽ പോകണോ, വേറെ സ്റ്റേറ്റിൽ പോകണോ എന്നൊക്കെ പല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഏജന്റുമാർ വഴി പല കോളേജിലും പോയി പെടുന്നവരുണ്ട്, ഉഷാറായിട്ട് പഠിച്ചു വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നല്ല അഫിലിയേഷനുള്ള KNC, INC അഫിലിയേഷനുള്ള കോളേജുകൾ മാത്രം സെലക്ട് ചെയ്യുക. അത് ഏജന്റുമാരെ വരയിൽ വീഴാതെ നോക്കുകയും ചെയ്യുക. അപ്പൊ LBS ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇൻഡെക്സ് മാർക്ക് എത്രയാണ് നോക്കുക, വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണോന്ന് ആലോചിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ഏകദേശം 290 മാർക്ക് അല്ലെങ്കിൽ 287 മേലെ മാത്രം അധികം വെയിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അടുത്ത വഴി നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇപ്പൊ ഇന്ന് വിളിച്ച ഒരു പേരന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടിക്ക് LBSൽ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. കാരണം ആ കുട്ടിക്ക് 269 മാർക്കാണുള്ളത്, LBS കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ അവർ പല കോളേജുകളിലും അഡ്മിഷൻ വേണ്ടി പോയപ്പോൾ മാനേജ്മെന്റ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം,
പ്രൈവറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളുടെയൊക്കെ മാനേജ്മെന്റ് ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഇന്ന മാർക്കുള്ള കുട്ടികൾ മാത്രം എടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പല മെഡിക്കൽ കോളേജുകളിലും പിന്നെ കുട്ടികൾ +2 ഏകദേശം 90% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മാനേജ്മെന്റ് സീറ്റ് കൊടുക്കുന്നത്. 90%. ഓക്കെ, മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ അതിനും ഡൊണേഷൻ വേണം. ഏകദേശം BSc നഴ്സിംഗിനാണെങ്കിൽ 7 ലക്ഷം മുതൽ മേലോട്ട് ഡൊണേഷൻ വാങ്ങിക്കുന്നുണ്ട് എല്ലാ കോളേജും. 7 ലക്ഷം മുതൽ എല്ലാ കോളേജും വാങ്ങിക്കുന്നുണ്ട് 90ന്റെ മേലെയാണെങ്കിൽ. ഓക്കെ, അത് NRI സീറ്റ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. NRI സീറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി പിന്നെ 200 അല്ലെങ്കിൽ പറയുന്ന 80% മേലുള്ളവർക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. 85% മാർക്കാണെങ്കിൽ അത് മാനേജ്മെന്റ് സീറ്റ് കൊടുക്കും. ഞാൻ പറഞ്ഞുതരാം. 90ന്റെ മേലെയാണെങ്കിൽ NRI മാനേജ്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ 85 മുതൽ 90 വരെ ഉള്ളത് മാനേജ്മെന്റ് ആയിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ NRIക്ക് അവർ വാങ്ങിക്കുന്ന ഡൊണേഷൻ പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം 10 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്. 10-12 ലക്ഷം വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ നഴ്സിംഗ് കോളേജും അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ കുറഞ്ഞ കോളേജുകൾ മാറി നിൽക്കുന്നുണ്ട്, എല്ലാവരും ഇല്ല. കാരണം എന്താണ്, ഈ ഡൊണേഷൻ വാങ്ങിക്കാത്ത കുറച്ച് കോളേജുകളും നമ്മുടെ എണ്ണപ്പെടുന്ന കുറച്ച് കോളേജുകളുണ്ട്. ബാക്കി എല്ലാ കോളേജുകളും ഡൊണേഷൻ വാങ്ങിക്കുന്ന NRIക്ക് ഏകദേശം 10 ലക്ഷവും മാനേജ്മെന്റ് സീറ്റിന് ഏകദേശം 8 ലക്ഷം അല്ലെങ്കിൽ 7ന്റെ മേലോട്ട് വാങ്ങിക്കുന്നുണ്ട്. ചില കോളേജുകളിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കുന്നു. ഗവൺമെന്റ് റൂളൊക്കെ വളരെ പക്ക പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ മക്കളാണ് അവിടെ കുടുങ്ങി പോകുന്നത്. ഒന്നെങ്കിൽ പഠിക്കണമായിരുന്നു, നന്നായിട്ട് പഠിക്കണമായിരുന്നു. അങ്ങനെ പഠിച്ചിട്ട് നീറ്റ് ക്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ LBS ഒക്കെ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ഗവൺമെന്റ് കോളേജ് കിട്ടുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു. അപ്പൊ ഇനി അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പാസ് കഴിഞ്ഞത് ഒരിക്കലും നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പൊ ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ അനിയത്തിമാരോടും അനിയന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ വളരെ നല്ല സാഹചര്യവും പഠിക്കാത്ത കുട്ടികൾക്ക് സാഹചര്യം മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പഠനമായിരിക്കും ഇനി മുന്നോട്ടുള്ള എല്ലാവരുടെയും ഒരു വഴികാട്ടി. അപ്പം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ LBSന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യും. നമുക്ക് അതിനനുസരിച്ച് അപ്ഡേഷൻ ഒക്കെ തരാം കേട്ടോ. താങ്ക് യു.